ഷാജിദ ഷാജി ഫോറസ്റ്റ് കിട്ടീൻ്റെ അവള് ചന്ദനവേട്ട നടത്തിയതാ പൊക്കിയിട്ടുണ്ട്. ഷാജിദ ഷാജിയെ ചന്ദനവേട്ടയ്ക്ക് പൊക്കിയോ? മൈ ഗാഡ്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഷാജിദ ഷാജി തന്നെയാണ് വിഷയം. കുറച്ചധികം വിഷയങ്ങളുണ്ട്, കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടണിലും പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേരെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എന്ന് പറഞ്ഞാൽ ഷാജിദ ഷാജിയെ അറിയാത്തവർ വളരെ വിരളമായിരിക്കും, പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ കാണുന്നവരിൽ. ഈ ഷാജിദ ഷാജി ചന്ദനവേട്ട നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചന്ദനവേട്ട നടത്തിയ വിഷയം നമ്മൾ രണ്ടാമത് സംസാരിക്കാം. ആദ്യം നമുക്ക് മറ്റൊരു വിഷയം സംസാരിച്ച് തുടങ്ങാം. നീ ഫാത്തിനോട് കൂടെ ദുബായിലേക്ക്, ഞാൻ ഫാത്തിനോട് ദുബായിലേക്ക് പോകും, വേറെയുള്ളവർക്ക് പോകും, അത് എന്റെ ഇഷ്ടമല്ലേ? അത് ചോദിക്കും, നിങ്ങളാര്? എനിക്ക് ഇഷ്ടമുള്ള പോലെ പോകും. നീ ആരാടാ? നീയൊക്കെ ഫാസിന്റെ കൂടെ ദുബായിക്ക് പോവും, കാശ്മീരിന് പോവും, നീയൊക്കെ ചോദിക്കാൻ ആരാണ് ഈ ഫാസി? അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഫാസിന്റെ ഭാര്യ ഷാജിദനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഷാജിദ ഷാജി പറയുന്ന ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് ഫാസിയിലേക്കും പോവാം, ചന്ദനവേട്ടയിലേക്കും പോവാം. കേട്ടിയോളാണ് എനിക്ക് മെസ്സേജ് അയച്ച് തകർത്തിട്ടുണ്ടായിരുന്നത്. അയ്യോ താത്ത അങ്ങനെയാണ്, അയ്യോ താത്ത ഇങ്ങനെയാണ്, താത്ത ബോൾഡാണ്, അതാണ്, ഞാനാണ്, ചേനാണ് എന്ന് പറഞ്ഞിട്ട് അവളാണ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനൊന്നും അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവള് എന്തിനാ മെസ്സേജ് അയച്ചു പറഞ്ഞാൽ കെട്ടിയനെ കുറ്റം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കണം, കുട്ടികളെ കിട്ടണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ട് വശം എനിക്ക് കേൾക്കണം. ഒരു നാണയത്തിന്റെ രണ്ട് വശം ഉണ്ടല്ലോ, അവളുടെ വശം കേൾക്കണം, മറ്റേ വശം കേൾക്കണം. അയാളുടെ വശം കേട്ടാലാണ് എനിക്ക് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ കേട്ടപ്പോ തോന്നിയത് അവളുടെ വശം മഹാമോശം, അയാള് കുറച്ചെങ്കിലും ബെറ്റർ ആണെന്ന് തോന്നി. ഓക്കെ, ഇതാണ് സംഭവം. അതായത് ഒരു പുള്ളിക്കാരൻ്റെ ഭാര്യ ഷാജിദ ഷാജിയെ കോൺടാക്ട് ചെയ്തിട്ട് ഷാജിദയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലൂടെ സംസാരിക്കണം, ഒപ്പം എൻ്റെ മക്കൾ അവരുടെ കൂടെയാണ്, അയാളുടെ കൂടെയാണ്, ആ കുട്ടികളെ വിട്ടുകിട്ടണം. ഇതാണ് ആ വിളിച്ച കോൺടാക്ട് ചെയ്ത സ്ത്രീയുടെ ആവശ്യം. അപ്പോൾ ഷാജിദ പറഞ്ഞു, നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യം അഭിനന്ദിക്കണമല്ലോ. പുള്ളിക്കാരി വളരെ കൃത്യമായിട്ട് ചെയ്തു. രണ്ട് ഭാഗവും കേൾക്കാതെ ഞാൻ പെരുമാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ഭാഗവും കേൾക്കാൻ തയ്യാറായി. ഭർത്താവിനോട് സംസാരിച്ചു, ഭാര്യയോട് സംസാരിച്ചു. വളരെ നല്ല കാര്യമാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു മികച്ച സാധനമാണിത്. റിയാക്ഷൻ വീഡിയോയിലേക്ക് വെൽക്കം. ഇതിനകത്ത് പുള്ളിക്കാരി സംസാരിച്ചപ്പോൾ ഭർത്താവിന്റെ ഭാഗത്താണ് ശരി എന്നാണ് പുള്ളിക്കാരിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി എന്താണ് ഈ സംസാരിച്ചതെന്നുള്ള വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതാണ് അവൻ്റെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ മൂവ്മെന്റ്. മക്കളെ മുന്നിലിട്ടിട്ട് ആളുകളുടെ സഹതാപം പിടിച്ചു വെക്കുക, അതിലൂടെ ഫെയിം ആവുക, അതിലൂടെ കുറേ ഫ്രണ്ട് സർക്കിൾ, പ്രത്യേകിച്ച് ഗേൾസ് ഗ്യാങ്സ് ഉണ്ടാക്കുക, എന്തൊക്കെയാണ് അവിടെ നടക്കണമല്ലോ അറിയോ ഷാജി. ഇത് കെട്ടിയവനെ കുറിച്ച് കെട്ടിയോട് വിളിച്ച് പറയുന്ന ഈ കെട്ടിയവൻ ആരാന്നൊക്കെ ഞാൻ കാണിക്കട്ടോ, നിങ്ങൾ കാര്യം കേൾക്കാതെ. നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാണ്ടല്ലോ ഇവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും, അമ്മമാരി കാട്ടിക്കൊല്ലാണ് ഒരു മറക്ക് പിന്നീട് നാൾ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ എന്താ ഭയങ്കര സീന് നടക്കണ്ടല്ലോ യൂട്യൂബിൽ ഇങ്ങനെ കാണാം. എന്തൊക്കെയിപ്പോൾ പുതിയ പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ഇന്നലെ ഇങ്ങനെ മറ്റേ എന്റെ സീൻ അവിടെ നിൽക്കട്ടെ, എൻ്റെ സീൻ അവിടെ നിൽക്കട്ടെ, ഷാജിദയുടെ സീനിലേക്ക് നമുക്ക് വരാം. ഇതിനകത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാജിദയെ ഒരു സ്ത്രീ കോൺടാക്ട് ചെയ്തിട്ട് ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. ഷാജിദ ഭർത്താവിനെയും ഭാര്യയും കോൺടാക്ട് ചെയ്തു. ഇനി ഈ ഭർത്താവ് ആരാണ് നമ്മൾ പോകുമ്പോഴത്തേനും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറ്റ്സ് മീ കൈസ് അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ഒരാൾ മക്കളെ വെച്ചിട്ട് ബ്രാൻഡ് ചെയ്യുന്നു, ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് അത് ഇദ്ദേഹത്തിന് എതിർത്തൊരു വീഡിയോ ചെയ്തിരുന്നു. അതാണ് ഈ ഫസാനോ ആ പുള്ളിക്കാരനെ ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരൻ ഷാജിദയെ കുറിച്ച്, ഷാജിദ ഒരു പുണ്യാത്മാവാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നമുക്ക് ആ പുണ്യാത്മാവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. കഴിഞ്ഞ ഒരു 2 weeks ബിഫോർ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് കണ്ടില്ലേ? ഇതാണ് ഭർത്താവ്, ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഷാജിദനെ കോണ്ടാക്ട് ചെയ്തത്. ഇതിന്റെ ഈ സ്ക്രീൻ റെക്കോർഡ് എന്റെ എക്സ് വൈഫ് സാജിദ സാജിക്ക് അയച്ചിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡാണ്. ഓക്കെ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് നിങ്ങൾ ഈ 5 മക്കളെ നോക്കുന്നത്? നിങ്ങളൊക്കെ ഭയങ്കര ബോൾഡാണ്, നാട്ടുകാരൊക്കെ നിങ്ങളെ എടുത്ത് തെറി വിളിക്കുന്നുണ്ടല്ലോ, എങ്ങനെ ശരിക്കും ഒരു ബോൾഡൊക്കെ തന്നെയാണ്. ഇത്രയും സൈബർ ബുള്ളിങ് വന്നിട്ട് അവർ പിടിച്ചിരിക്കുന്ന ഒരു ബോൾഡാണ്. പക്ഷെ അവരുടെ ബോൾഡ് ഓടിക്കുന്ന പരിപാടിയിലൊക്കെ നമുക്ക് വരാം. അപ്പം ഇനിയിപ്പോ സാജിനെ പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ കൂടെ ട്രോളുന്നുണ്ട്, ഒരുപാട് ആളുകൾ തെറി വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, സ്വന്തം കുടുംബത്തിൽ തന്നെ കുറെ ആളുകൾ പല പ്രശ്നങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ തീർത്തിട്ടാണ് നമ്മളിപ്പോ ഒരാളെ തെറി വിളിക്കാനും മറ്റേനൊക്കെ പോകുന്നത്. സുഹൃത്തെ, ഞാൻ താങ്കളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. സ്വന്തം കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത ചുരുക്കം ചില ആളുകളെ കാണത്തുള്ളൂ. പക്ഷേ ഈ സ്വന്തം ജീവിതത്തിൽ പ്രശ്നം നടക്കുന്ന എല്ലാ ജനങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയി, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ അവൾ നോക്കിയില്ല എന്ന് പറഞ്ഞ് ഇടാറുണ്ടോ?
നിങ്ങളെപ്പോലുള്ള ചുരുക്കം ചില ആളുകളാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇത് പറയുന്നത്. സോഷ്യൽ മീഡിയ നിങ്ങൾ ഇത് പറയുമ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങൾ പറയും. നിങ്ങൾക്ക് രഹസ്യമാക്കി വെക്കാം. നിങ്ങളുടെ പ്രൈവസി മാനിച്ച് നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാതിരുന്നു കഴിഞ്ഞാൽ ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നില്ല, അല്ലയോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ നിങ്ങൾക്കൊരു മനത്രാണി ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല. താങ്കൾ ചെയ്യുന്നത് അത് തന്നെയാണ്. താങ്കളുടെ ഭാര്യയെക്കുറിച്ചുള്ള കുറെ കുറ്റങ്ങൾ പറയുന്നു. താങ്കളുടെ ഭാര്യ ചെയ്യുന്നത് തന്നെയാണ്. താങ്കളെ കുറിച്ചുള്ള കുറെ കുറ്റങ്ങൾ ലോകത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു. ഷാജിദ് ചെയ്തു അത് തന്നെയാണ്. അമ്മ, പെങ്ങൾ, മാങ്ങ, തേങ്ങ എല്ലാത്തിന്റെ കുറ്റം, വീട്ടിൽ കൂടെ അയഞ്ഞു പോകുന്ന ഒച്ചിന്റെ വരെ കുറ്റങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. സോ പല ആളുകളും പല സാധനങ്ങൾ പറയും. നമുക്ക് വീണ്ടും ഷാജിദ ഷാജിയിലേക്ക് തിരിച്ചു പോവാം. ഷാജിദ ഷാജി ഇപ്പൊ ഫുൾ മോട്ടിവേഷൻ, നന്മയുടെ പാത, ഉപദേശി ആ ഒരു ടാഗിലേക്ക് മാറിയിരിക്കുകയാണ്. ഷാജിദയുടെ കുറച്ച് ഉപദേശം നമുക്കൊന്ന് കേട്ടാലോ? ഉപദേശം കേൾക്കാം. ആദ്യം ഈ വോയിസ് മെസ്സേജിന് ഷാജിദ കൊടുത്ത റിപ്ലൈ നമുക്കൊന്ന് കേൾക്കാം. ഏതാ? നമ്മൾ മുമ്പ് ഒരു വോയിസ് മെസ്സേജ് കേട്ടില്ലായിരുന്നു, ഭാര്യയ്ക്ക് അയച്ച മെസ്സേജ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അയച്ച മെസ്സേജിന് ബാക്കി മെസ്സേജ് നമുക്കൊന്ന് കേൾക്കാം. നിന്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു. ഇനി നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും നിന്റെ മക്കളുടെ ഭാഗവും കൂടി എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട്. പിന്നെ എന്താ പറയാ, കുറെ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മക്കളുടെ ഭാഗം കേൾക്കണം. അത് വളരെ നല്ല കാര്യമാണ്. പുള്ളിക്കാരുടെ ഒരാൾ വന്നപ്പോഴത്തേനും ഈ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഒരു റെസ്പോണ്ട് ചെയ്ത് രണ്ട് ഭാഗത്തു നിന്നുള്ള റെസ്പോണ്ട് പുള്ളിക്കാരി കേൾക്കാൻ തയ്യാറായി. പക്ഷേ വൈദ്യന് രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്. എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ. ഈ പെൺകുട്ടി പറയണ, നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ട്, 2 ആൺകുട്ടികളുണ്ട്. ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്ക് എത്തിക്കുള്ളൂ. അപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മക്കളിനെ ബാധിക്കും എന്നുള്ളത്. മക്കളിനെ ബാധിക്കും, ആ മക്കളിനെ ഇത് ബാധിക്കത്തൊന്നും ഇല്ലല്ലോ. ഓ ശരി ശരി. കാരണം ആ കുട്ടിക്ക് ഒരു ഭാവി ഉണ്ട്, ആ കുട്ടിക്ക് ഒരു ജീവിതം ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, ഇപ്പൊ നിനക്കൊരു 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ 10-40 വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി. അപ്പോ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഉപ്പയും ചളി സോഷ്യൽ മീഡിയയിൽ വാരി തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കളിക്കും. അപ്പൊ അതും ഷാജിദ ഷാജിക്ക് അറിയാം. താങ്കൾക്കും 5 കുട്ടികളുണ്ട്. അപ്പൊ ഇതേ സിറ്റുവേഷൻ താങ്കളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയേ. താങ്കളുടെ മക്കൾ വളർന്നു വരുന്നു, വലുതാകുന്നു. താങ്കളുടെ മക്കൾ വലുതായ ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പോൾ താങ്കളുടെ മക്കൾ കാണുന്നത് താങ്കളുടെ അമ്മയുടെ ഷെഡ് ഡാൻസ് കാണിക്കുന്നതും, താങ്കൾ അപ്പുറത്തുള്ളവന് മറ്റവന് മറിച്ചവന് എന്നൊക്കെ പറയുന്നതും, താങ്കളുടെ കഴുത്തിലിട്ട സാമാനം ഉണ്ടല്ലോ അതിന്റെ കഥയും, നിങ്ങളുടെ 27 വയസ്സുള്ള ചെറുപ്പക്കാരനുമായിട്ടുള്ള ബന്ധം, ഓനിക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്ന സാധനമല്ലേ നിങ്ങളുടെ മക്കൾ കേൾക്കുന്നത്. ഇത് അവരെന്നെ അഫക്ട് ചെയ്യില്ലല്ലയോ? അവർ ആമ്പിള്ളേരിനൊന്നും അഫക്ട് ചെയ്യില്ല. ആമ്പിള്ളേർ ചെണ്ടകളാണല്ലോ. കാരണം വേറെ ആൾക്കാർ കുറെ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, അവരുടെ മക്കളുടെ ഒപ്പയാണ്. മക്കളുടെ നീ ഹസ്ബൻഡിന്റെ കൂടെ നീ 13 വർഷം ജീവിച്ചെന്നാണ് എന്റെ ഒരു അറിവ്. ഓന് 10-12 വയസ്സ് അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇവരുടെ കുറെ മഹാത്മ്യം പറയുന്നുണ്ട്. ഞാൻ 15 കൊല്ലം താമസിച്ചു ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഭർത്താവിനെ അല്ലെ കുടുംബക്കാരെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്ന ഷാജിദ ഇത് സ്വന്തം ജീവിതത്തിൽ പകർത്തിയിട്ടാണോ മറ്റൊരാളെ ഇങ്ങനെ പറയുന്നത്? എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കില്ല. നമുക്ക് ഷാജിദ പറയുന്നത് ബാക്കി കേൾക്കാം, എന്നിട്ട് നമുക്ക് വരാം. അങ്ങനത്തെ അവന്മാര് എന്നെ അതുപോലെ കെട്ടിയോളുമാരുടെ പാവാടന്റെ അടിയിൽ കിടക്കണ നായ്ക്കള് എന്നെ ഇതാക്കാൻ വരുന്നു, എന്നെ ഉണ്ടാക്കാൻ വരുന്നു. കെട്ടിയോളന്മാരുടെ പാവാടയുടെ അടിയിൽ കിടക്കുന്ന അവന്മാര് എന്നെ ഉണ്ടാക്കാൻ വരുന്നു. ഇത് പറയുന്ന ആരുടെ മുമ്പ് വെച്ചിട്ടാണ്? 5 വയസ്സുള്ള ഒരു കൊച്ചിന്റെ മുമ്പ് വെച്ചിട്ട്. ആ കൊച്ചിന്റെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, നീ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഒരിക്കലും പെണ്ണുമ്പിള്ളയുടെ താഴെ നിൽക്കില്ല, നീ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം, പെണ്ണുമ്പിള്ള എപ്പോഴും നിന്റെ താഴെ എന്നൊരാശയമാണോ നിങ്ങൾ മക്കളിലേക്ക് കൊടുക്കുന്നത്. ഓപ്ഷൻ നമ്പർ 2, നിങ്ങൾ ഒരു പെണ്ണിനെ മാനിക്കാനേ പാടില്ല, പെണ്ണുങ്ങളെയൊക്കെ അടിച്ചമർത്തണം എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. പോയിന്റ് 3, അമ്മയെ പോലെ പെണ്ണുങ്ങൾ എന്ത് വായത്തോന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കണമെന്നാണോ പറയുന്നത്? ഇതിൽ ഏതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കാ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത് നമുക്ക് ക്ഷമിക്കായിരുന്നു. മക്കളെ കൂടെ നിർത്തിയിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു കഥയിലേക്ക് വരാം. അതായത് ഇതിന്റെ പാരലായിട്ട് ഷാജിദ അവരുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ കുറ്റം കേട്ടിട്ട് വരാം. എത്തിങ്ങാലിൽ പഠിപ്പിക്കുന്ന ഒരുപാട് നല്ല പ്രിൻസിപ്പളും ഉണ്ട്, ഒരുപാട് നല്ല ഉസ്താദുമാരും ഉണ്ട്, ഒരുപാട് നല്ല വാർഡന്മാരും ഉണ്ട്. പക്ഷെ ഇമാരി നാറികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പെണ്ണുങ്ങളെ തല്ലാനായിട്ടും പെണ്ണുങ്ങളുടെ നേർക്ക് കൈവെക്കാനും പെണ്ണുങ്ങളുടെ അനാവശ്യം അരക്കെന്ന് കേട്ട് പറയുന്ന നാറികൾ. ഇതൊക്കെ തന്നെയല്ലേ ആ കുട്ടികളും കേട്ട് പഠിക്കുന്നത്? ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ എന്താണ് ഗുരുനാഥന്മാര് പഠിപ്പിക്കുന്നത് തന്നെയാണല്ലോ ആ മക്കളും കേട്ട് പഠിക്കുന്നത് നാറികളെ. ഗുരുനാഥന്മാര് പഠിപ്പിക്കുന്നത് മാത്രമല്ല, അമ്മമാര് പഠിപ്പിക്കുന്നതും മക്കൾ കേട്ടല്ലേ വളരുന്നേ നാറികളെ. അപ്പം ഗുരുനാഥന്മാര് പറയുന്നത് മാത്രമല്ല, അമ്മമാര് പറയുന്നതും മക്കളെ ബാധിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൂടെ നിർത്തിക്കൊണ്ട് എത്ര തെറികൾ പറഞ്ഞിട്ടുണ്ട്, എത്ര ചീത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതേ പറഞ്ഞ അശ്ലീലപരമായ വാക്കുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ?
എന്നിട്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിച്ചത് നോക്കാൻ പോകുന്നത്. നമ്മുടെ സൈഡിൽ തെറ്റുണ്ട്, നമ്മൾ ഉപദേശിക്കുന്നത് തെറ്റില്ല. പക്ഷെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ഞാൻ വേറെ കച്ചറയാണ് കൂതറയാണെന്ന് കാണിച്ചിട്ട് നീ കൂതറ, നീ ചെറ്റ, ഞാൻ സൂപ്പർ എന്ന് പറയാൻ പാടില്ല. നമ്മുടെ സൈഡിലും തെറ്റുണ്ട്, അവരുടെ സൈഡിലും തെറ്റുണ്ട്. നമ്മൾ നമ്മുടേതായ പ്രൈവസി കീപ്പ് ചെയ്യണം. ഹരിചന്ദ്രനാകാൻ നിൽക്കരുത് കേട്ടോ. ഇനി 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 ഈ നാട്ടിലുള്ള ഷാജിദ സ്ഥിരം ഒരു കഞ്ചാവടിയൻ മുത്തുവിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, അതേപോലെ തന്നെ വേറൊരു പയ്യനെ കുറിച്ചും പറയാറുണ്ട്. ഈ മുത്തുവിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മുത്തുവിന്റെ സൈഡിൽ നിന്ന് ഒരു സാധനം കൂടെ ഞാൻ കൊണ്ടുവരാം. അപ്പൊ ബാക്കി നമുക്ക് ഈ മറ്റൊരാളെ കുറിച്ച് പറയാൻ നമുക്ക് നോക്കാം. കോലം കാണാം, ഒന്ന് പോയി നോക്കി നിങ്ങൾ എല്ലാവരും. ആ വീട് കിടക്കണം കാണാം. വണ്ടി എടുത്തു, 8 വണ്ടി എടുത്തു, 9 വണ്ടി എടുത്തു. വലിയ കാര്യതാ പുളുത്തി. 9 വണ്ടി 8 വണ്ടി. തന്തനെ തള്ളനെ നോക്കാത്തവൻ തന്തനെ തല്ലി വലിയ ആള് പുളുത്തി വർത്താനം പറയുന്നടാ നീ, നായം പറയുന്നടാ നീ. എന്നിട്ടോ നെല്ലിക്കാട് നാട്ടുകാര് വെറുതെ പോയ സാധനങ്ങളാണ്. ഓക്കെ, ഇതിപ്പോ പുള്ളിക്കാരിയുടെ നാട്ടിലുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഈ പ്രസംഗം ഇവിടെ വന്നിരുന്നത് പ്രസംഗിച്ചിട്ടുള്ളത്. ഈ പുള്ളിക്കാരി പറഞ്ഞത് സിനാൻ ബ്ലോഗ്സ്, അതായത് സിനാനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. 8 വണ്ടി എടുത്ത് നീ മറ്റവനാടാ മറിച്ചവനാടാ. ഇനി ഐ ആം ഇൻട്രൊഡ്യൂസിങ് സിനാൻ ടു ദ വേൾഡ്. സിനാൻ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സിനാൻ പറയുന്നതാണ് നമ്മുടെ ഈ മരത്തടി മുറിച്ച പ്രശ്നം. ഈ വണ്ടിയുടെ കേസ് സിനാൻ പറയുന്നുണ്ട് കേട്ടോ. സിനാൻ പറയുന്നത് ഞാൻ എൻ്റെ കാശിനെടുത്ത വണ്ടി ഞാൻ കൊടുക്കും, മറിച്ച് വിൽക്കും, പൊളിച്ചു കളയും. ഇനി ഷാജിദക്ക് എന്താണെന്നുള്ള രീതി സിനാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്കിവിടെ കാര്യമില്ല. സിനാനെ ചൊറിഞ്ഞു, സിനാൻ തിരിച്ചു ചൊറിഞ്ഞു. സിനാന്റെ തിരിച്ചുള്ള ചൊറിയാണ് ഈ മറ്റേ ചന്ദനമര വേട്ട നമുക്ക് കാണാം. ഇന്നലെ ഷാജിദ നമ്മുടെ യൂട്യൂബർ നാട് കിടക്കായിരുന്നു. നാട് വിടാനുള്ള പ്ലാനിങ്ങിൽ കെട്ടും പുള്ളിക്കാരി നാട് വിട്ടു. പുള്ളിക്കാരിയുടെ എക്സിസ്റ്റിംഗ് വീട്ടിൽ, അതായത് അമ്മയെ അടിച്ചിറക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പുള്ളിക്കാരി ചേക്കേറിയിട്ടുണ്ട്. ആ സമയത്തെ കാര്യമാണ് ഈ പുള്ളി പറയുന്നത്. സമയത്ത് അവൾ എന്ത് ചെയ്ത് വീട്ടിലുണ്ടാകുന്ന ചന്ദനമരം മുറിച്ചു. വീട്ടിലുള്ള ചന്ദനമരം മുറിച്ച് അവൾക്ക് വീട്ടിൽ ഉമ്മ പൈസ കൊടുക്കാനോ ഒന്നും കിട്ടാനില്ലല്ലോ, ഏതായാലും പോവല്ലേ. അപ്പൊ പോണത് കൊണ്ട് വീട്ടിൽ ചന്ദനമരം മുറിച്ച് അവൾ അതിനെ 2-3 പീസൊക്കെ ആക്കി കൊണ്ടുപോകാനുള്ള പ്ലാനിങ് നിൽക്കുകയായിരുന്നു. കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ പോവാൻ ഇറങ്ങാൻ ആ ടൈമൊക്കെ ആയിരുന്നു. ഏകദേശം ആ ടൈമായപ്പോൾ ഫോറസ്റ്റുകാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റും എല്ലാവരും വന്ന് കയ്യോടെ അങ്ങോട്ട് പൊക്കി. തെളിവുണ്ടോ? ചുമ്മാ പറയാൻ പറ്റത്തില്ല. തെളിവുണ്ടോ? തെളിവ് വേണോ? എന്നാ പിടിച്ചോ തെളിവ്. ഷാജി ഫോറസ്റ്റുകാരെ കിട്ടിയിട്ട് അവള് ചന്ദനവേട്ട നടത്തിയതാ, പൊക്കിയിട്ടുണ്ട്. ഫോറസ്റ്റുകാരുടെ വണ്ടിയാണ്, അവളെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഫോറസ്റ്റുകാർ. അവൾ എന്നെ നാറ്റിച്ചതല്ലേ, അവൾ എനിക്കിട്ട് പണി തന്നവളവള്. ഫോറസ്റ്റുകാർ അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ യൂട്യൂബറാണെന്ന് പറഞ്ഞ് എന്നിട്ട് നാറ്റിച്ചതാ. രണ്ടാമത്തെ വണ്ടിയാണ് ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. ഓക്കെ, ഇത് ഷാജിദ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. പിക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകണം. എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. പുള്ളിക്കാരി മേടിച്ച സാധനങ്ങളാകാം, അതോ വീട്ടിൽ കിടന്ന സാധനങ്ങളാണോ വാരിപ്പറക്കി കൊണ്ടുപോയെന്ന് അറിയത്തില്ല. പുള്ളിക്കാരി അതിൽ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ഈ സിനാൻ കാണിച്ചതിനകത്ത് ഒരു അവ്യക്തതയുണ്ട്. ഇത് ശരിക്കും ഷാജിദ തന്നെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഷാജിദയുടെ വീട് എനിക്കറിയില്ല, ഈ സിനാനെ എനിക്കറിയത്തില്ല. ഈ കാണിക്കുന്ന വിഷ്വലിന്റെ ക്വാളിറ്റിയും ഫോണിൽ കൂടെ എടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടാവും. ഇപ്പൊ ഈ സിനാൻ പറയുന്നത് ശരിയായിരിക്കാം എന്ന വിശ്വാസത്തിൽ നമ്മൾ പോകുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കാനുള്ള കാരണം ഷാജിദയെ നമുക്കറിയാലോ, നമ്മൾ കാണുന്നില്ലേ. അവൾ പോകാനുള്ള പുറപ്പാടിലാണ്. പോണതിൻ്റെ ഇടയിലാണ് അവൾ ഈ പരിപാടിക്ക് വന്നത്. അത് ഷാജിദയുടെ വീട്. അതാ ഷാജിദയാന്ന് തോന്നുന്നു കേട്ടോ. അത് ഷാജിദയാണോന്ന് അറിയത്തില്ല. ജൂം പോവാ. സിനാനൊക്കെ ജൂം ചെയ്തെടുത്തേക്കുന്നത്. സിനാൻ കൊള്ളാം, സിനാൻ പുലിയാ. സിനാൻ പകം പോക്കുകയാണ്. സിനാൻ കിട്ടിയത് കൊടുക്കണമല്ലോ. സിനാൻ നല്ല സൂം പോയിട്ട് അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും നീളമുള്ള സാധനമാണ് ഗൈസ്. അവിടെ അടിയോടെ വെട്ടിയതാ. തൊണ്ടി മുതൽ ഇവിടെ ഉണ്ട്, എവിടെയും പുറത്ത് പോയിട്ടാ കൊണ്ടുപോകണുള്ളൂ ഗൈസ്. അപ്പോൾ തൊണ്ടി മുതൽ സഹിതം പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 5 മക്കളുള്ളത് കൊണ്ട് പറഞ്ഞ് സെറ്റിലാക്കി എന്തോ നിസാര കേസിൽ ഒതുക്കി എന്നാണ് പറയുന്നത്. ചന്ദനമരം വെട്ടി അങ്ങനെ നിസാര കേസിൽ ഒതുക്കും അതും എനിക്കറിയില്ല. ഈ സിനാന്റെ ആധികാരികത എനിക്കറിയത്തില്ല. ഞാൻ പറ്റുമെങ്കിൽ സിനാനെ കോൺടാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യം നിങ്ങളെ അറിയിക്കാം. ഏതായാലും ഇതൊക്കെയാണ് സംഭവം. ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ബിസിനസ് മാഗ്നറ്റ് ഷാജിദ ഷാജി ഇപ്പൊ പുഷ്പയായി മാറിയിരിക്കുകയാണ്. ചന്ദനമര വേട്ടയാണ് ഷാജിദ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റിൽ രേഖപ്പെടുത്തുന്ന റെഡിയായിട്ടാണ്.